നമ്മളെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കബനി വൈൽഡ് ലൈഫ് സഫാരി ഇല്ലേ, കുറഞ്ഞ ചെലവിന് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളതാട്ടോ ഇന്നത്തെ വീഡിയോ. നമ്മൾ ഈ യാത്ര തുടങ്ങുന്നത് കോഴിക്കോട് മുക്കത്ത് നിന്നാട്ടോ. നേരെ മുക്കം ടു കൽപ്പറ്റ KSRTC യാത്ര തുടർന്നു. 85 രൂപയാട്ടോ മുക്കം ടു കൽപ്പറ്റ ബസ് ചാർജ് വരുന്നത്. നമുക്ക് ഇനി കൽപ്പറ്റ ഇറങ്ങിയിട്ട് അവിടുന്ന് മാനന്തവാടിയിലേക്കുള്ള ബസ്സിൽ മാറി കയറാനുണ്ട്. 45 രൂപയാണ് കൽപ്പറ്റ ടു മാനന്തവാടി ടിക്കറ്റ് ചാർജ് വരുന്നത്. ഈ ഒരു യാത്രയിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കേട്ടോ. അതിൽ ഒന്നാമത്തത്, നമ്മൾ 11:30 മുമ്പെങ്കിലും മാനന്തവാടി ബസ് ഡിപ്പോയിൽ എത്തിയിരിക്കണം. 11:30 കേരള KSRTCയിലോ 12:30 കർണാടക KSRTCയിലോ യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് അന്നേ ദിവസത്തെ സഫാരി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ യാത്ര ചെയ്യുന്നത് 11:30 കേരള KSRTCയിലാണ്. 86 രൂപയാണ് നമുക്ക് ഇറങ്ങാനുള്ള അന്തർസന്ധയിലേക്ക് മാനന്തവാടിയിൽ നിന്നുള്ള ചാർജ്. ഒരു വശത്ത് കുറെ ആദിവാസി കുടിലുകളും മറുവശത്ത് നമ്മുടെ പ്രശസ്തമായിട്ടുള്ള നാഗർഹോള ടൈഗർ റിസർവ് കാടും കണ്ടുകൊണ്ടുള്ള ഈ ഒരു യാത്ര നിങ്ങളുടെ മനം കുളിർപ്പിക്കും. ഭാഗ്യമുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ ആനകളെയും കാട്ടികളെയും മറ്റു വന്യജീവികളൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. ഞാൻ ഒരുപാട് വർഷമായിട്ട് കബനി വൈൽഡ് ലൈഫ് സഫാരിക്ക് പോയി വരാറുള്ളത് ഈ ഒരു രീതിയിലാണ് കേട്ടോ. അങ്ങനെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ ഉടനെ ഭക്ഷണവും കഴിച്ച് നമ്മുടെ വണ്ടി സഫാരി സെന്ററിന് മുന്നിൽ 1:30 ആകുമ്പോഴേക്കും എത്തിക്കഴിഞ്ഞു. നമ്മൾ ഇനി നേരെ സഫാരി സെന്ററിൽ പോയിട്ട് നമ്മൾ ബുക്ക് ചെയ്ത ടിക്കറ്റ് വാങ്ങിയിട്ട് സഫാരിക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് തുടർന്നു. ചെറിയ രീതിയിൽ നമുക്ക് ഫ്രഷ് ആകാനുള്ള സൗകര്യങ്ങളൊക്കെ ഈ ഒരു സഫാരി സെന്ററിൽ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. 3 മണി മുതൽ 6 മണി വരെയാണ് കേട്ടോ നമ്മുടെ സഫാരി സമയം. ബസ്സിലാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. 600 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. സഫാരി ചാർജ് അടക്കം ഇതുവരെ നമുക്ക് വന്നിട്ടുള്ള ചെലവ് വെറും 817 രൂപയാണ്. സഫാരിയിൽ കിട്ടിയിട്ടുള്ള വന്യജീവികളുടെ കാഴ്ചകളും സഫാരി കഴിഞ്ഞ് തിരിച്ച് എങ്ങനെ നമ്മുടെ നാട്ടിൽ KSRTCയിൽ എത്താം എന്നുള്ള കാര്യവും ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ വീഡിയോയുടെ ലെങ്ത് കൂടിയതാണ് കാരണം. അപ്പോൾ പാർട്ട് 2 ആരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ.